ഹലോ, നിങ്ങളൊരു 55 വയസ്സിൽ താഴെയുള്ള സാധാരണ ജോലി ചെയ്യുന്ന, അതായത് മാസ ശമ്പളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആ, ശമ്പള വ്യവസ്ഥയിലല്ലാതെ ഡെയിലി ബേസിൽ ജോലി ചെയ്യുന്നവരോ, മാസ ശമ്പളം ആണെങ്കിൽ പോലും ഒരു 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു സമ്പാദ്യം, അതിപ്പോ ഒരു 65-70 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും, 55 വയസ്സിൽ താഴെയുള്ള ഒരാളാണെങ്കിൽ 15 വർഷം നമ്മളൊരു സേവിങ്സ് എന്ന് പറയുന്നത് ആർക്കും അത്ര താല്പര്യമല്ല. പക്ഷെ ഒരു 10 വർഷത്തേക്ക് ഒരു നിസ്സാര പൈസ നിങ്ങളുടെ ഒരു കിട്ടുന്ന വരുമാനത്തില് ഒരു മാസത്തിലെ ഒരു ദിവസത്തെ ശമ്പളം നിങ്ങൾ സേവ് ചെയ്യാൻ പറ്റിയ ഈ 55 വയസ്സിൽ താഴെയുള്ള വ്യക്തികൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുവിധപ്പെട്ട കുടുംബത്തിന്റെ ഭാരാബ്ധങ്ങളൊക്കെ തീർന്നു കാണും. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ലക്ഷോ 2 ലക്ഷോ ഈ ചെറിയ വരുമാനത്തിലൂടെ സേവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാലമാണ്. അതിനു വേണ്ടിയിട്ട് നിസ്സാരം നിങ്ങൾക്ക് എത്ര പൈസ, ഒരു 600 രൂപ അല്ലെങ്കിൽ 700 രൂപ ഒരു മാസത്തിൽ ഒരിക്കൽ സമ്പാദിക്കാൻ പറ്റിയാല് നിങ്ങൾക്ക് ഈ പൈസ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം അത് അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ബാക്കി ചെറിയ ചെറിയ ഗവൺമെന്റിന്റെ പെൻഷനുകളോ നിങ്ങളുടെ പണിയിൽ നിന്ന് കിട്ടുന്ന പെൻഷനുകളോ കൊണ്ട് നിങ്ങൾക്ക് ഒരു വലിയ കുഴപ്പമില്ലാതെ, അതായത് വലിയ ഒരു പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചു പോകാൻ പറ്റും. പിന്നീട് ഭാവിയിൽ നമ്മൾ എത്ര കാലം ജീവിച്ചിരുന്നാലും. ഇനി ഇതിനു മുമ്പ് നിങ്ങളിപ്പോ അറിയാം, പലർക്കും ഒരു 55-60 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും മിക്കവാറും പേർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഒന്നല്ലെങ്കിൽ അപകടത്തിലോ അല്ലെങ്കിൽ അസുഖം പിടിപെട്ടോ ഒക്കെ ഡെത്ത് സംഭവിക്കുന്ന കാലത്ത് നമ്മളൊരു പണിയെടുക്കുമ്പോൾ ചെറിയ ചെറിയ ലോണുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. അതിന് നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേലേക്ക് ആ ഭാരം വെക്കാതിരിക്കാനും ഇങ്ങനെ ഒരു പോളിസി, അത് LICയുടെ ഒരു ചെറിയ സമ്പാദ്യ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നിങ്ങൾ ഈ പൈസ മാസം തോറും അടച്ചിടുമ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷോ 2 ലക്ഷോ നിങ്ങൾ അടയ്ക്കണ കൂടാതെ നിങ്ങൾ എത്രയാണോ അടയ്ക്കാൻ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് അതിന്റെ ബോണസോട് കൂടി തിരിച്ചു കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ബാധ്യതകളും നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിലേക്ക് വരില്ല. കാരണം എല്ലാവരും ഒരു ചെറിയ ചെറിയ കുടുംബശ്രീയിൽ ലോൺ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കുകളിൽ നിന്ന് ചെറിയ ലോൺ, ഒരു സൊസൈറ്റിയിൽ നിന്ന് ലോൺ, ഇതൊക്കെ ഉള്ളവരാണ് എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധാരണ ജനങ്ങളോടാണ് ഞാൻ ഇത് പറയുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ. അപ്പൊ അവർക്ക് ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ട്, ഞാൻ മാസത്തിൽ ഇത്ര രൂപ അടയ്ക്കും എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതി തീർച്ചയായിട്ടും കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ എന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. നന്ദി, നമസ്കാരം.